ഷഹലയുടെ കരളിൻ്റെ കഷ്ണമായ ഒരു ഫ്രണ്ട്, ഷഹലയുടെ ഏറ്റവും നല്ല ഫ്രണ്ടായ ഒരു പെൺകുട്ടിയുടെ നടുക്കുന്ന ഞെട്ടിക്കുന്ന വോയിസ് വന്നിട്ടുണ്ട്. അതായത് എല്ലാം പറയുന്നുണ്ട്. ഏകദേശം 12 മിനിറ്റിൻ്റെ വോയിസ് ആണ്. ഇത് മുഴുവനും കേട്ട് കഴിഞ്ഞാൽ എന്തിനാണ് ഷഹല ഒളിച്ചോടിയത്, ആരാണ് ഒളിച്ചോടാൻ കാരണം, എന്താണ് ഭർത്ത് വീട്ടിൽ സംഭവിച്ചത്, A to Z ഈ ഒരു സഹോദരി പറയുന്നുണ്ട്. ഞാൻ വെച്ചു തരാം. പൊന്നു പ്രേക്ഷകരെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ഞെക്കണേ. ഓക്കെ, നമുക്ക് കേൾക്കാം. ഞാൻ നിങ്ങളൊരു വീഡിയോ കണ്ടില്ല ഇന്ന് രാവിലെ, നമ്മൾ ശൈലാക്ഷറിനെ കുറിച്ച് ചെയ്തൊരു വീഡിയോ. അപ്പോൾ അതിൽ നിങ്ങൾ ഓള് സഫർ ചെയ്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അത് കണ്ട സമയത്ത് എനിക്ക് നിങ്ങളോട് ഇത് പറയണം തോന്നി. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഞാൻ അറിഞ്ഞ വ്യക്തിയാണ്, ഞാനവളെ ഒരു ഫ്രണ്ടാണ്, ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെ പറയാം. കാരണം നമ്മൾ ഇങ്ങനെ ഓരോ തവണ സംസാരിക്കുന്ന സമയത്ത് ഓൾ പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളിപ്പോൾ പറഞ്ഞത് ഞാൻ കണക്ട് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് അവൾ അനുഭവിച്ച ഒരു കുട്ടി തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഞാൻ അവൾ ചെയ്തത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. 100% ചെയ്തത് തെറ്റാണ്. പക്ഷേ എന്നാലും ഓൾ ഒരുപാട് അനുഭവിച്ച കുട്ടിയാണ്. ഇപ്പം ഞാൻ കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ട് പ്രവാസിയുടെ ഭാര്യ കുറേ സുഖങ്ങളൊക്കെ അനുഭവിച്ച് അവനെ പറ്റിച്ച് പോയി എന്നൊക്കെ. പക്ഷെ ആ സുഖങ്ങളൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. വോയിസ് ഇടുമ്പോൾ നിങ്ങൾ ഒരിക്കലും കരുതരുത് കേട്ടോ ഞാൻ അവളെ അനുകൂലിക്കുന്ന ഒരാളാണെന്ന്. ഞാൻ ഇപ്പോഴും ഞാൻ ഒരേ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. കാരണം അവൾ ചെയ്തത് 100% ഇതല്ല ഓൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ മാതിരി വീട്ടിലേക്ക് തിരിച്ചു പോവാനോ വീട്ടുകാരോട് പറയാനോ ഒക്കെ ചെയ്യാനോ. പക്ഷെ മുന്നൊരിക്കലും എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അവൾ വീട്ടിൽ പറഞ്ഞ് പിന്നെ എല്ലാം പ്രയാസങ്ങളും മാറുന്നുള്ള രീതിയിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ പറഞ്ഞുകൊണ്ടാണ് അവൾ തിരിച്ചു പോയത് എന്നുള്ളത് അവൾ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു മാറി നിൽക്കുന്ന പ്രകൃതമായിരുന്നു എല്ലാത്തിനും. കാരണം ഈവൻ ഇപ്പോൾ നമ്മളെവിടെ പോവുകയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് പറയില്ല ഞാനിങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും മാറി നിൽക്കുന്നു. മുന്നൊന്നും ഒരു 3 വർഷം മുന്നൊന്നും നമുക്ക് അവളെ കോണ്ടാക്ട് ചെയ്യാനേ പറ്റിയില്ല. കാരണം ആ സമയത്ത് ഒരു മൊബൈൽ ഫോൺ വരെ ഇല്ലാത്തൊരു ഇതായിരുന്നു. അപ്പോൾ പറയില്ല നമ്മളോട് മൊബൈൽ ഇല്ലായിട്ടാണെന്ന്. പിന്നെ ഒരിക്കലും ഞാനിങ്ങനെ അങ്ങനെ ചോദിച്ച സമയത്ത് അന്ന് എനിക്ക് മൊബൈൽ ഇല്ലായിരുന്നു, അത് കംപ്ലൈൻ്റ് ആയിപ്പോയി, ഇപ്പോഴാണ് എനിക്ക് മൊബൈൽ കിട്ടിയത്. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ ഇത്രയും കാലമായിട്ട് ഈ ഒരു മൊബൈൽ വാങ്ങാത്തതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അതൊക്കെ വലിയൊരു സ്റ്റോറിയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നിങ്ങളിപ്പോൾ ഇതിൽ GPay വരാനില്ല എന്നുള്ള പറഞ്ഞ കാര്യം, ഞാൻ ഒരു ദിവസം ഒരു സ്കാനർ ഇന്ത്യയിൽ കിട്ടി പറഞ്ഞ് ഇതൊന്ന് പേ ചെയ്യുമോ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ എനിക്ക് ഞാൻ എൻ്റെ ഇടാം. അപ്പോൾ എല്ലാവരുടെ കയ്യിൽ എപ്പോഴും ബാലൻസ് ഉണ്ടാവണമെന്നില്ലല്ലോ. അന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ ഈ ചെയ്തോ, ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു അതെല്ലാം എനിക്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്, എൻ്റെ ഉണ്ടെങ്കിൽ ഈ ചെയ്യില്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കൊണ്ട് ഇടിയിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രശ്നമില്ല, ഞാൻ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് ആ പൈസ ഞാൻ ചെയ്തും കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ എനിക്ക് GPay ഇല്ല എന്നുള്ള ചോദിച്ച സമയത്ത് പറഞ്ഞില്ല, അത് ഞാനിതുവരെ അത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു ചിലർക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. അവൾ അറിയുന്ന ഒരാളോട് ചോദിച്ചു അവളെ ലൈഫ് എങ്ങനെയാണെന്ന്. ഒരു കല്യാണ വീട്ടിൽ കണ്ട സമയത്ത് ഞാൻ ചോദിച്ച സമയത്ത് എല്ലാവരും പറഞ്ഞു പാവം കുട്ടിയാണ്, നല്ലൊരു കുടുംബിനിയാണെന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചു പിന്നെന്തായിരിക്കും ഇവള് മറക്കുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ ആലോചിച്ചു. ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്ത സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു ഇവിടെ ഉമ്മക്ക് ചെറിയ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്, അപ്പോൾ അത് ഞാൻ നോക്കണം. പിന്നെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ ജോലിയാണ്, പിന്നെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ മുന്നിൽ അപ്പായെ കല്യാണം കഴിച്ച വീട്ടിൽ ബാക്കിലൊക്കെ പൊളിച്ച രീതിയിലാണ്. ഞാനിപ്പോൾ മുന്നിൽക്കൊരു ഷീറ്റ് ഇട്ടിട്ട് അവിടെയാണ് ഞാൻ നിൽക്കാറ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് അവളെ വോയിസ് എൻ്റെ കയ്യിൽ ഇല്ലാണ്ടായിപ്പോയി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നോക്കി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രൂഫാക്കിയിട്ട് നിങ്ങളിപ്പോൾ എത്രത്തോളം വിശ്വസിക്കുന്ന എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ ഒരു പ്രൂഫാക്കിയിട്ട് ഞാൻ എൻ്റെ ഫോൺ മാറിയ സമയത്ത് ആ വോയിസ് ക്ലിപ്പൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്.
നമ്മളതുപോലെ ഒരു കല്യാണ വീട്ടിൽ നിന്ന് കണ്ട സമയത്താണ് ഞാൻ അവളോട് ഒന്നുകൂടെ സംസാരിച്ച് തുടങ്ങിയത്. കാരണം ഫോണിലൂടെ ഇപ്പോൾ എനിക്ക് ലിമിറ്റേഷൻസ്, ഞാനിവിടെ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ അധികം സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റാറില്ല. എന്നാലും ഞാൻ വിളിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സൗണ്ട് കുറച്ചിട്ടാണ് അവൾ വോയിസ് ഇടുക. ഞാൻ ചോദിച്ചിട്ടുണ്ടായി എന്താ ഇങ്ങനെ വോയിസ് ഇടുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞേ സിസ്റ്ററിലോ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. സിസ്റ്ററിലോ പിന്നെ അതേപോലെ മദറിലോ ഒക്കെ അടുത്തുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലാവൂലേ എന്നുള്ള, വോയിസ് ക്ലിയർ ആവൂലേ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു, കേൾക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ. അപ്പം എന്നോട് പറഞ്ഞാൽ അതിപ്പോൾ എനിക്ക് ശീലമാണ്. ചിലപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സിസ്റ്ററിലോ അടുത്തുണ്ടാവും, അപ്പോൾ അവൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവും എനിക്ക് ടൈപ്പ് ചെയ്ത് പറഞ്ഞു. ഞാൻ ചോദിച്ചു സിസ്റ്ററിലോ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, കാരണം ഞാൻ ഇപ്പോൾ അവളുടെ വീട്ടിലാന്ന് പറഞ്ഞു, സിസ്റ്ററിലോൻ്റെ വീട്ടിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ സൗണ്ട് കുറച്ചത്. കാരണം അവൾ മേ ബി ശ്രദ്ധിക്കുകയാണെങ്കിൽ മോശമല്ലേ എന്നുള്ള രീതിയിൽ ഇവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു ഇവിടെ എങ്ങനെ ഇവിടെ താമസിക്കാൻ പോയതാണോ? അങ്ങനെ അല്ല, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്, ഇവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ വിളിക്കൂ, അപ്പോൾ ഞാൻ ആ പണികളൊക്കെ ചെയ്യും. ചെയ്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പണിയില്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഞാൻ ചെയ്ത് വെച്ച് മോനെ, അവളുടെ മകൻ ഉണ്ടല്ലോ, മോനെ സ്കൂളിൽ നിന്ന് കൂട്ടി ഞാൻ ഇങ്ങോട്ട് വരൂ അല്ലെങ്കിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ഹസ്ബൻഡ് ഒന്നും പറയില്ല എന്നുള്ളത് ഞാൻ ചോദിച്ചു. പറഞ്ഞു ഇല്ല, അതിപ്പോൾ നമ്മൾ ആട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ അതിനൊന്നും ഇപ്പം എന്ത് പറയാനുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു. അപ്പോൾ മകൻ്റെ വോയിസ് ഞാൻ കേട്ടു. ഉമ്മ ആൻ്റൊക്കെ എപ്പോഴും ആൻറ്റിയാന്ന് തോന്നുന്നു, ആൻറ്റിക്ക് എപ്പോഴും ഇവിടുന്ന് പണിയെടുത്ത് കൊടുക്കും, ആൻറ്റി എപ്പോഴും ഉമ്മനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുള്ള മോനപ്പുറത്ത് സൈഡിൽ നിന്ന് വോയിസ് ഇടുന്ന സമയത്ത് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ നമ്മളൊരു ഫണ്ണായിട്ട് ചോദിച്ചു അതെന്തിനാ ഇനി അവർക്ക് പോയി പണിയെടുത്ത് കൊടുക്കുന്നത്, അവൾ വേറെ വീട്ടിൽ കല്യാണം കഴിച്ചു കൊടുത്തല്ലേ, പിന്നെ നീ അവിടെ പോയിട്ട് അവൾക്ക് പണിയെടുത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം പറഞ്ഞാൽ അതൊന്നും, അപ്പോൾ നമ്മളൊന്നും പ്രതികരിക്കില്ല, അത് മിണ്ടാതെ കേട്ട് നിൽക്കുകയുള്ളൂ. പിന്നെ ഒരു ദിവസം കുറേ ഗ്യാപ്പിന് ശേഷം ഞാൻ ഒരു ദിവസം എന്തോ ഒരു സ്റ്റാറ്റസ് ഉണ്ടപ്പോൾ ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് ചോദിച്ചു എവിടെയാണെന്നൊക്കെ ചോദിച്ച സമയത്ത് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ ചോദിച്ചു എന്താ വീട്ടിൽ വന്നത്? അപ്പോൾ പറഞ്ഞു ഞാൻ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ സിസ്റ്ററുമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനിനി തിരിച്ച് പോകുന്നില്ല എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് വന്ന് ഞാനിപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യവും ഞാൻ ശ്രദ്ധിച്ചു. കാരണം തിരിച്ച് വീട്ടുകാർ പറഞ്ഞയച്ചതല്ല, പക്ഷെ മറിച്ച് ഹസ്ബൻഡ് ഇനി എൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും ഉണ്ടാവില്ല, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് നൽകിയതിൻ്റെ പേരിലാണ് അവൾ തിരിച്ച് അവളുടെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയത്. ഒരു കാര്യത്തിന് നമ്മൾ എന്തൊരു കാര്യം പറയുകയാണെങ്കിലും ഒന്നിനും അവൾ ഇറങ്ങില്ല. കാരണം മേബി ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂ അതിപ്പോൾ എല്ലാവർക്കും വരുന്ന കാര്യമാണ്. എല്ലാവരുടെ ലൈഫിലും നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളാണ്. എപ്പോഴും ഇപ്പോൾ ഒരേ പോണ പൈസയും കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ലല്ലോ. അതൊക്കെ സഫർ ചെയ്ത് അപ്പോൾ എന്നോട് പറഞ്ഞ വീട് പണിയാണ്, അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഹസ്ബൻഡിന്, അപ്പോൾ ഒന്ന് ഗൾഫിൽ പോകണോ, ഗൾഫിൽ പോയാലേ എന്തെങ്കിലും സെറ്റാവും എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതിനുള്ള നോക്കിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിന് താല്പര്യമില്ല പോകാൻ. അപ്പം പിന്നെ ഞാനങ്ങനെ പറഞ്ഞേക്കാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെ പ്രശ്നങ്ങൾ മാറാനല്ലേ എനിക്ക് ആ ഷെഡിൽ ഞാൻ പറഞ്ഞില്ലേ ആ ഷെഡിൽ നിന്ന് മാറി താമസിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതെ, പക്ഷെ അത് ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ ഹസ്ബൻഡ് പോവുകയാണെങ്കിൽ തന്നെ ഈ വീടിന് ഇപ്പോൾ നിൽക്കുന്ന ഷെഡിന് ഒരു അടിച്ചുറപ്പില്ല, എന്തെങ്കിലും ആക്കി ആ വീട്ടിൽ ഒരു റൂമെങ്കിലും വൃത്തിയാക്കിയിട്ട് അതിലേക്ക് മാറാൻ ശ്രമിക്കണോ, അങ്ങനെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു സങ്കടം നയിച്ച രീതിയിലുള്ള സംസാരങ്ങളായിരിക്കും. എപ്പോഴും എന്തിനൊക്കെ ആഗ്രഹിച്ച് എവിടെ എത്താൻ പറ്റാത്ത, പക്ഷെ ഒരിക്കലും ഒരു ഹസ്ബൻഡിൻ്റെ കുറ്റം അവൾ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല കേട്ടോ. അല്ലെ ഹസ്ബൻഡ് ചെയ്തു, ഹസ്ബൻഡ് മൊത്തത്തിലൊരു സൈലൻറ്റ് പേഴ്സണായിട്ട് എനിക്ക് തോന്നി.
കാരണം നമ്മളൊരു വോയിസ് ഇടുമ്പോൾ പോലും അല്ലെങ്കിൽ അവിടുന്ന് പോലും എന്താ അങ്ങനെ പോലും ഒരു സൗണ്ട് ഞാൻ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഒന്നുമില്ല. അപ്പം ഞാനിങ്ങനെ അപ്പം എനിക്ക് നിങ്ങൾ പറഞ്ഞത് ഞാൻ കണക്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നി സിസ്റ്ററിലോ ആയിരിക്കും അവളുടെ ഇഷ്യൂ എന്നുള്ളത്. കാരണം ഞാൻ എന്താ ഇങ്ങനെ മോൻ പറഞ്ഞ വോയിസും അതേപോലെ അവളവിടെ പണിയെടുക്കാൻ ഉള്ള പോയ രീതികളൊക്കെ പറഞ്ഞ സമയത്ത് നിങ്ങൾ പറഞ്ഞ വോയിസും കൂടി തൊട്ട് ഞാൻ കണക്ട് ചെയ്തു. അത് ശരിയാവാന്നല്ല ശരിയാണ്. പിന്നെ അതുപോലെ എന്നോട് ഞങ്ങൾ രണ്ടുപേരെയും കോമണായിട്ട് അറിയുന്ന ഒരാൾ എന്നോട് പറഞ്ഞു ഈ ശഹല ഒന്നിൽ വരില്ല, അപ്പോൾ ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിലൊന്നും വരില്ല, പഴയ പോലെ അല്ല, എല്ലാത്തിനും മാറി നിൽക്കും, മേ ബി പിശുക്ക് കൊണ്ടാവാം എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊരിക്കലും അങ്ങനെയല്ല, ഓരോരുത്തരുടെ ലൈഫിൻ്റെ സിറ്റുവേഷൻ ഓർക്ക് അറിയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് അറിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞു നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവളുടെ ലൈഫ് ഞാനായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ അതൊക്കെ എന്തെങ്കിലും ഓരോ ജീവിതം ഓരോ രീതിയിലല്ലേ, അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിയുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഫ്രണ്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചു എന്താണ് ശൈലൻ്റെ ലൈഫ് എന്നുള്ളത്. അപ്പോൾ അവളുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പേരോടൊക്കെ അവൾ അന്വേഷിച്ചെന്ന് തോന്നുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നോട് വന്ന് മെസ്സേജ് അയച്ച് പറഞ്ഞു നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല ശൈല പഴയ രീതിയിലേ അല്ല നീ. അപ്പോൾ ഞാൻ അടുത്ത് കണ്ട സമയത്ത് തന്നെ അവൾ ഒരുപാട് മെലിഞ്ഞു ക്ഷീണിച്ച് ഭയങ്കര ടയേർഡായ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഇപ്പം അടുത്തുള്ള സംഭവങ്ങളൊന്നും കേട്ടോ, ഒരു 6 മാസം 7 മാസം മുന്നേ ഒക്കെ ആയിരിക്കും കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. കാരണം എൻ്റെ ഫോൺ ജസ്റ്റ് മാറിയോണ്ട്, അല്ലെങ്കിൽ ഞാൻ വോയിസ് നോട്ട് തന്നെ ഷെയർ ചെയ്യാനും ശാലൻ്റെ വോയിസ് നോട്ട് തന്നെ ഷെയർ ചെയ്യാനും ഓളെ പ്രയാസങ്ങളല്ല, ഓളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഒരിക്കലും കുറ്റപ്പെടുത്തലായിട്ട് ഓൾക്ക് വരെ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. അപ്പം നമുക്കിനെ ചിന്തിച്ചാൽ അറിയാമല്ലോ, ഒരു പരിപാടിക്കും വരില്ല, ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇല്ല പറയും, ഹസ്ബൻഡിൻ്റെ വീട്ടിലാന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും എന്താ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ചോദിച്ചു പോന്നാൽ പോലെ പറയുമ്പോൾ അതൊന്നും ചോദിക്കില്ല എന്നുള്ള രീതിയിലുള്ള അല്ലെ, ഞാൻ എല്ലാം നോളെന്ന് സ്വയം തീരുമാനിച്ച പോലെ ആ രീതിയിൽ അങ്ങ് പറയും. അപ്പം തന്നെ കുറേ കാര്യങ്ങളായി എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ സിസ്റ്ററിലോനെ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങളോട് പറഞ്ഞതൊക്കെ ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും കമന്റ് ചെയ്യണം. പറയുകയാണ് എന്ത് പീഡനമുണ്ടെങ്കിലും ഭർത്താവിന്റെ വീട്ടിൽ എന്ത് ക്രൂരത അനുഭവിക്കുന്നുണ്ടെങ്കിലും ഒളിച്ചോടുന്നത് തെറ്റ് തന്നെയാണ്. അതും 3 പിഞ്ചോമന മക്കളുടെ ബാപ്പയുടെ കൂടെ ഒളിച്ചോടുന്നത് തെറ്റാണ്. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വരാം. ഓക്കെ.